السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا. الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. الرحمن فاسأل به خبيرا. وإذا قيل لهم اسجدوا للرحمن قالوا وما الرحمن أنسجد لما تأمرنا وزادهم نفورا. സുജൂദ് ചെയ്യേണ്ട സൂറത്തുകളിലൊന്നാണ് ഇത്. ഉമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ. നബിയെ അള്ളാഹു നബിക്കു തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, നമുക്കും പരിചയപ്പെടുത്തി തരുന്നു. അതോടൊപ്പം നബിക്കൊരു സമാധാനവും കൂടി നൽകുന്നു. ഉമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ. താങ്കളെ സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല. അപ്പം പ്രവാചകൻ്റെ ബാധ്യത ആരെയെങ്കിലും ഇസ്ലാമിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരികയോ അള്ളാഹുവിൻ്റെ കൽപ്പന അടിച്ചേൽപ്പിക്കുകയോ അല്ല. അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ടെന്ന് താക്കീതുമായിട്ട് അത് പറയാൻ വേണ്ടി മാത്രമാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത്. അപ്പോൾ നമുക്കൊക്കെ ഉള്ള ബാധ്യത അത്രയേ ഉള്ളൂ. ആളുകൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അതേ ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും നിലക്ക് അവരെ ഭീഷണിപ്പെടുത്താനോ നിർബന്ധിച്ച് ദീനിലേക്ക് മാറ്റിക്കൊണ്ടുവരേണ്ട ഒന്നും ബാധ്യത നമുക്കില്ല. അത് നബിക്കൊരു സമാധാനത്തിനാണ്. അതായത് നിങ്ങൾ ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു, താക്കീര് നൽകുന്നു എന്നല്ലാതെ ആളുകൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളങ്ങനെ പരിഭ്രമിക്കുകയോ ദുഃഖിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നും വേണ്ട. നിങ്ങളതിനാണല്ലോ നിയോഗിച്ചത്. ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ. പറയുക, ഞാൻ നിങ്ങളോട് ഇതിൻ്റെ പേരിൽ ഒരു കൂലി ചോദിക്കുന്നില്ല. ഇല്ലാ മൻ ശാഅ അയ്യത്തഹിദ ഇലാ റബ്ബിഹി സബീല. അള്ളാഹു ഉദ്ദേശിച്ചവനൊഴികെ അവൻ്റെ റബ്ബിങ്കലേക്ക് ഒരു വഴി തേടുവാൻ അള്ളാഹു ഉദ്ദേശിച്ചവനൊഴികെ എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിങ്കലേക്ക് റബ്ബിലേക്ക് നല്ല വഴി സ്വീകരിച്ച് ജീവിച്ചവനൊഴികെ, ആ ജീവിച്ചാൽ ഒരാൾ നമ്മൾ പറഞ്ഞു കേട്ട് നല്ല മാർഗത്തിൽ ജീവിച്ചാൽ അതാണ് നമ്മളെ കൂലി. ആ കൂലിയല്ലാതെ വേറൊന്നും ചോദിക്കുന്നില്ല. നമ്മളൊരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തു, അതിന് പ്രസംഗിക്ക് സ്റ്റേജ് കെട്ടിയൊന്നും വേണ്ട. ഒരു നല്ല കാര്യം നമ്മളൊരാൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, അത് കേട്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ നേരായ മാർഗം സ്വീകരിച്ച് നടന്നാൽ അത് നമുക്ക് കൂലിയാണ്. ആ കൂലി നമ്മൾ മരിച്ചാലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഔ ഇൽമുൻ യുൻതഫഉ ബിഹി. മരിച്ചാലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന
അമലുകളുടെ കൂട്ടത്തിൽ 3 പറഞ്ഞ കൂട്ടത്തിൽ ഒന്നിതാണ്, ഇൽമുൻ യുൻതഫഉ ബിഹി. നമ്മൾ ഒരാൾക്ക് ഒരു അറിവ് ബോധ്യപ്പെടുത്തി കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. ആ അറിവ് അദ്ദേഹത്തിന് ഉപകാരപ്പെടുകയും അതനുസരിച്ച് അദ്ദേഹം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെയൊക്കെ പ്രതിഫലം അയാൾക്ക് ഒട്ടും കുറയാതെ നമ്മൾ മരിച്ച് മണ്ണായാലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളെ മക്കൾ, അതുപോലെ തന്നെ സദഖത്തുൻ ജാരിയ എന്നും നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ ഒക്കെ നമുക്ക് മരിച്ചാലും കിട്ടിക്കൊണ്ടിരിക്കുന്ന അമലുകളാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാമൻ ഷാ അൻ യത്തഖിദ ഇലാ റബ്ബിഹി സബീല, തൻ്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ഒരു വഴി സ്വീകരിക്കാൻ ഉദ്ദേശിച്ചവനൊഴികെ, അതായത് അങ്ങനെ കുറച്ചാളുണ്ടാവണം എന്ന കൂലിയല്ലാതെ നിങ്ങളോട് ഞാൻ ഇതിന് കൂലി ചോദിക്കുന്നില്ല. എന്നിട്ട് ഇനി തുടർന്ന് പറയാണ്, വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. വതവക്കൽ, തവക്കുലാക്കുക, ഭരമേൽപ്പിക്കുക, അലൽ ഹയ്യി, എന്നെന്നും ജീവിക്കുന്നവൻ്റെ മേൽ നിങ്ങൾ തവക്കുലാക്കി ജീവിക്കുക. അല്ലദീ ലാ യമൂത്ത്, മരണമില്ലാത്ത ഹയ്യ് എന്ന്. ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവൻ. എങ്ങനെ ജീവിച്ചിരിക്കുന്നവൻ? ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ്റെ മേൽ തവക്കുലാക്കണം. ഇസ്ലാമിൻ്റെ അഖീദ, അതിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് തവക്കുലാക്കുക എന്നുള്ളത്. നമ്മൾ പഠിച്ചവനിൽ തവക്കുലാക്കി ജീവിക്കണം. ആ തവക്കുലാക്കി കഴിഞ്ഞാൽ, ഭരമേൽപ്പിച്ച് കഴിഞ്ഞാൽ, ഭാരം അള്ളാഹുവിൻ്റെ മേലെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ തലയിൽ എപ്പോഴും ഭാരം കുറഞ്ഞ ഒരു നല്ല സുഖം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. തവക്കുല്, തവാക്കുല്, 2 കാര്യമുണ്ട്. തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ ഭരമേൽപ്പിക്കുക. തവാക്കുലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വാവിന് നീട്ടം. തവാക്കുല് എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭരമേൽപ്പിക്കുക. അതായത് അത് ആരെങ്കിലും ചെയ്തോളും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ശരിയായിക്കോളും എന്ന നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിക്കുന്നതിനാണ് തവാക്കുൽ എന്ന് പറയുക. ഒരു കാര്യം സ്വയം ഏറ്റെടുക്കാതെ വേറുള്ളവർ ചെയ്തോളും എന്ന് നമ്മളും വിചാരിക്കുക, അവർ നമ്മൾ ചെയ്തോളും എന്ന് അവരും വിചാരിക്കുക. അങ്ങനെ കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിനാണ് തവാക്കുൽ എന്ന് പറയാം. എന്നാൽ തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്തുകൊള്ളും എന്ന ഒരു ഭാരം. ലൗ അൻതും തവക്കൽത്തും അലല്ലാഹി ഹഖ തവക്കുലിഹി, നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കേണ്ട രൂപത്തിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, അത്രയും വിശ്വാസത്തോടുകൂടി ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, ലറുസിഖ്തും കമാ തുർസഖുത്വയർ, പക്ഷികൾക്ക് അല്ലാഹു തആല ആഹാരം നൽകുന്ന പോലെ നിങ്ങൾക്കും അല്ലാഹു തആല ആഹാരം നൽകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ തവക്കുലാക്കിയ കാര്യം അല്ലാഹ് സാധിപ്പിച്ചു തരും. തഗ്ദു ഹിമാസൻ, ഒട്ടിയ വയറുമായി കൊണ്ടാണല്ലോ പക്ഷികൾ കൂട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. വതറൂഹു ബിതാന, നിറഞ്ഞ വയറുമായി കൊണ്ടാണ് കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത്. പക്ഷി കൂട്ടിൽ നിന്ന് ഒട്ടിയ വയറുമായി ഇറങ്ങുമ്പോൾ, ഇന്നേടത്ത് എൻ്റെ ഭക്ഷണം ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, കണ്ടു വെച്ചിട്ടുണ്ട്, ഞാൻ ഇന്നലെ അവിടെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്ത് തിന്നാം എന്ന് കരുതിയിട്ടല്ല പക്ഷി ഇറങ്ങുന്നത്. അണ്ട് ഇറങ്ങി പുറപ്പെടുകയാണ്, എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട്. എവിടുന്നൊക്കെ അതിന് നുള്ളിപ്പെറുക്കി കൊത്തിപ്പെറുക്കി തിന്നാൻ അല്ലാഹു തആല വഴിയൊരുക്കുന്നു. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇറങ്ങുന്ന പോലെയാണ് ആ പക്ഷി. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം പക്ഷികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ഇറങ്ങുകയാണ്. ഇന്നത്തെ വിത്തോടെയാണ്, ഇന്നത്തെ നെല്ലോടെയാണ്, ഇന്നത്തെ പഴമോടെയാണ് എന്നൊന്നും പക്ഷികൾക്ക് അറിയില്ല. പക്ഷെ എവിടെന്നെങ്കിലുമൊക്കെ കണ്ട് തിന്ന് വയറ് വീർത്തിട്ടാണ് തിരിച്ച് കൂട്ടിലേക്ക് വരാറുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ന് രാവിലത്തെ ചായ എന്നെ അടുത്തായിരിക്കും, ഉച്ചയ്ക്ക് ഭക്ഷണം ഇവിടെ നിന്ന് കിട്ടണം, അതിനുള്ള കാശിൻ്റെ അടുത്തുണ്ട്, അല്ലെങ്കിൽ ഇന്നെ വീട്ടിൽ പോയി കഴിക്കണം, നമുക്കൊക്കെ ഓരോ പ്ലാനുണ്ട്. ചിലപ്പോൾ നമുക്കൊന്നും കിട്ടാതെ വയറൊട്ടിക്കൊണ്ട് തന്നെ തിരിച്ചു പോരേണ്ടിയും വരും. പക്ഷികൾ അങ്ങനെയല്ല. അപ്പോൾ അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിച്ചാൽ നമ്മളറിയാതെ അള്ളാഹുവിൽ നിന്ന് അള്ളാഹു തആല നമ്മളെ റിസ്ക് ഉറപ്പാക്കി തരും. പക്ഷേ എന്തു വേണം ഭരമേൽപ്പിക്കാൻ? അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത്തവക്കുലുമാൽ അഖ്ദി ബിൽ അസ്ബാബ് എന്ന്, കാരണങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ തവക്കുലാക്കണം. നമ്മൾ രോഗമുണ്ടായാൽ തവക്കുലാക്കി ഇരിക്കാൻ പാടില്ല.
അത് മാറിക്കോളും എന്ന് തവക്കുലാക്കിയിരിക്കാൻ പാടില്ല. പിന്നെ രോഗം മാറാൻ ആവശ്യമായ അസ്ബാബുകൾ, അതിൻ്റെ മാർഗങ്ങളും കാരണങ്ങളും നമ്മൾ ചെയ്യണം. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഒട്ടകപ്പുറത്താണ് വന്നത്, നബി ഞാൻ ഒട്ടകത്തെ കെട്ടിയിട്ട് കൊണ്ട് തവക്കുലാക്കണോ, അതല്ല ഒട്ടകത്തെ കെട്ടിയിടാതെ അത് അവിടെ നിർത്തിയിട്ട് ഞാൻ തവക്കുലാക്കണോ? നബി പറഞ്ഞു, യഖിൽഹ വതവക്കൽ അലല്ലാഹ്, ഒട്ടകത്തെ കെട്ടിയിട്, എന്നിട്ട് തവക്കുലാക്ക്, പൊട്ടിച്ചു പോകാതിരിക്കാൻ അള്ളാഹുവിൽ വരമേൽപ്പിക്കുക. അത് നമ്മൾ ആ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നൊരു വിഷയം എന്താ? ഒട്ടകത്തെ കെട്ടിയിട്ട് കൊണ്ടായിരിക്കണം തവക്കുലാക്കണം. ഒട്ടകത്തെ കെട്ടിയിടാതെ അവിടെ വെച്ചിട്ട് തവക്കൽതു അലല്ലാഹ് എന്നും പറഞ്ഞ് നബിൻ്റെ അടുത്ത് പോയി കുത്തിരുന്നാൽ ചിലപ്പോൾ ഒട്ടകം കെട്ടാത്ത ഒട്ടകല്ലേ എവിടേക്കെങ്കിലും പോയി പോകും. അങ്ങനെയല്ല തവക്കുലെന്ന്. നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിട്ട് തവക്കുലാക്കുക. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുള്ളൊരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പള്ളിയിലിരുന്ന് പിന്നെ പ്രാർത്ഥനയിലും ദിക്റിലൊക്കെ തസ്ബീഹിലൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗത്തെ പറ്റി അയാൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഉമർ ചോദിച്ചു, എന്താണ് അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കിയതാണ്, ഞാൻ ഇബാദത്തിൽ മുഴുകിയിരിക്കുകയാണെന്ന്. അപ്പോൾ അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആകാശം സ്വർണം മഴ പെയ്യിപ്പിക്കുന്നില്ല എന്ന് എനിക്കറിയില്ലേ? ആകാശം സ്വർണം മഴ പെയ്യിപ്പിക്കൂല. അതായത് ആകാശത്തുനിന്ന് മഴ പെയ്യുമ്പോൾ സ്വർണം പെയ്യൂല. സ്വർണം പെയ്തു വന്നാൽ അതെടുത്തുകാണ്ട് ചിലവാക്കാമല്ലോ. ആകാശത്തുനിന്ന് വെള്ളമാണ് അള്ളാഹു തആല ഇറക്കിത്തരൽ. ആ വെള്ളം നമ്മൾ കെട്ടി നിർത്തി ആ വെള്ളം കൊണ്ട് കൃഷി നനച്ച് അങ്ങനെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ കൃഷി ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് റിസ്ക് കിട്ടും, നമുക്ക് സാമ്പത്തിക നേട്ടം കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണികൾ നമ്മൾ ചെയ്യണം എന്നർത്ഥം. അതാണ് അൻ തംലിക് ലിയകുൻ അമലുക ഹുന വനളുറുക ഇലസ്സമാ എന്നാണ് മഹാന്മാർ തവക്കുലിനെ പറ്റി പറഞ്ഞത്. നീ ഇവിടെ പ്രവർത്തിക്കേണ്ടതൊക്കെ പ്രവർത്തിക്കണം, നോട്ടം ആകാശത്തേക്കും ആയിരിക്കണം. അതായത് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുക. പടച്ചോനെ ഇത് വിജയിപ്പിച്ച് തരണമേ, എൻ്റെ കച്ചവടം, ഞാൻ കച്ചവടം തുടങ്ങി, അത് നീ വിജയിപ്പിച്ച് തരണമെന്ന് പടച്ചോനോട് പറയാം. ഇവിടെ ചെയ്യേണ്ട കച്ചവടമൊക്കെ ഇവിടെ ചെയ്യാം. അതുപോലെ നമ്മൾ ഇവിടെ ചെയ്യേണ്ട അധ്വാനങ്ങൾ ഇവിടെ അധ്വാനിക്കുക, എന്നിട്ട് തവക്കുലാക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും തവക്കുല് എന്ന് പറയുന്ന, ഇസ്ലാമിലെ തവക്കുല് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തവക്കുലാക്കുകയാണ്, അള്ളാഹുവിൽ ബരമേൽ. പിന്നെ എന്തിനാ അള്ളാഹ് അത് വേണ്ടി വരും. നമ്മളെന്തെല്ലാം ചെയ്ത് ഒക്കെ റെഡിയാക്കിയാലും പടച്ചോൻ്റെ അടുക്കൽ നിന്ന് അതിൻ്റെ ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. അള്ളാഹ് വിചാരിച്ചാലല്ലേ കിട്ടുള്ളൂ. എന്നാൽ വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് കഴിഞ്ഞാൽ ആ അള്ളാഹു മതി അവന് എന്നാണല്ലോ. വമൻ യതവക്കൽ അലല്ലാഹി, അള്ളാഹുവിൽ ആരെങ്കിലും വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ അവന് എല്ലാത്തിനും ഒരു മഖ്റജ്, ഒരു എക്സിറ്റ്, ഏത് കൊടുക്കുന്നു രക്ഷപ്പെടാനുള്ളൊരു വഴി അള്ളാഹ് പറഞ്ഞു കൊടുക്കും. പടച്ചോനെ സൂക്ഷിച്ച് ജീവിച്ചാൽ, അള്ളാഹു തആലാനെ തവക്കുലാക്കിയവർ ജീവിച്ചാൽ ഫഹുവ ഹസ്ബുഹു, അള്ളാഹ് മതി അവന്. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് തവക്കുലാക്കിയാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ തവക്കുലാണ് അതിൽ പണ്ഡിതന്മാർ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും നോക്കി, ഒന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല. എല്ലാവരും, നാട്ടുകാരും രാജാക്കന്മാരും കുടുംബങ്ങളും എല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ച് കെട്ടി തീയിലിട്ടു. അപ്പോൾ ആ തീയിലിട്ടപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാവുന്ന പണികളൊന്നും ചെയ്തിട്ടും രക്ഷപ്പെടാതായപ്പോൾ ബാക്കി അള്ളാഹുവിൽ ഏൽപ്പിച്ചു. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, ഞാൻ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നു, അള്ളാഹുവാണ് ബരമേൽപ്പിക്കാൻ നല്ലവൻ. അപ്പോൾ അള്ളാഹു തആല ഇടപെട്ടു. ആ തവക്കുൽ അള്ളാഹ് സ്വീകരിച്ച് ഇബ്രാഹിം നബിയുടെ ഭാരം മുഴുവനും അള്ളാഹ് ഏറ്റെടുത്തിട്ട് അള്ളാഹു തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖന്തഖ് യുദ്ധത്തിൽ ചെന്നപ്പോൾ മുശ്രിക്കീങ്ങൾ, യഹൂദികൾ, നസാറാക്കൾ, മുനാഫിക്കുകൾ ഞരവാക്കി. മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ആരും ബാക്കിയുണ്ടായില്ല. എല്ലാവരും കൂടി നബിയെ നശിപ്പിക്കാൻ വേണ്ടി മദീന വളയാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വലിയ നീണ്ട കിടങ്ങ് കുഴിച്ചു, വലിയ ആഴമുള്ള കിടങ്ങ് കുഴിച്ചു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. എന്നിട്ട് നബി അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദുഹും ഈമാന. ആളുകളെല്ലാവരും കൂടി നബിയോട് പറഞ്ഞു, ഇനി എനിക്ക് രക്ഷയില്ല,
എല്ലാവരും നിനക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നല്ലോം പേടിച്ചോ. ഇനി നിനക്ക് രക്ഷയില്ലാതെ വിധം നീ ആകെക്കൂടി വളയപ്പെട്ടിരിക്കുന്നു, വളയത്തിൽപ്പെട്ടിരിക്കുന്നു, രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ നബിക്ക് കുറച്ചും കൂടി അള്ളാഹുവിലുള്ള വിശ്വാസം കൂടി. ഇനി പടച്ചോനെ എന്നെ രക്ഷിക്കാനുള്ളൂ, ബാക്കിയുള്ള എല്ലാ മാർഗവും അടഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, അല്ലാഹ് മതി. അപ്പോൾ അല്ലാഹു തആല ശത്രുക്കളുടെ നേരെ വലിയ മഴയും കാറ്റും വരുത്തിയിട്ട് ശത്രുക്കൾ മഴയും കാറ്റിൻ്റെയും ശക്തിയിൽ ഓടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടു. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ചരിത്രം. അല്ലാഹു തആലാനെ നമ്മൾ വിശ്വസിക്കണം. അള്ളാഹുവിലുള്ള തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖദറും ഖളാഉം അത് ഒരിക്കലും ആർക്കും തടുക്കാൻ കഴിയില്ല. അള്ളാഹ് ഒരു കാര്യം വിധിച്ചാൽ ആർക്കും തടുക്കാൻ കഴിയില്ല, അള്ളാഹ് തടുക്കല്ലാതെ. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ വിധിയെ നമ്മൾ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവേ നീ നീക്കിത്തരണമേ എന്ന് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക. അള്ളാഹുവിൽ ഏൽപ്പിക്കുക കാര്യം, അള്ളാഹുവിൻ്റെ വിധി അള്ളാഹുവിൽ ഏൽപ്പിക്കുക. കാരണം അള്ളാഹുവിൻ്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്, അവൻ്റെ കയ്യിലാണ് പരമാധികാരം. അപ്പോൾ അവനിൽ ഏൽപ്പിക്കുക. അതാണ് തവക്കുലിൻ്റെ, ഈമാനിൻ്റെ ഒരു ഭാഗമാണ് തവക്കുൽ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ വതവക്കൽ അലല്ലാഹ്, നീ അലൽ ഹയ്യി, ജീവിച്ചിരിക്കുന്നവൻ്റെ മേൽ ഭരമേൽപ്പിക്കുക. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വക്ക തവക്കൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. വീട്ടിൽ നിന്ന് ഇറങ്ങി പണിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പോവുകയാണ്, വേറെ എന്തെങ്കിലും ജീവിതകാര്യത്തിന് പോവുകയാണ്, കുടുംബകാര്യത്തിന് പോവുകയാണെങ്കിലും ഒക്കെ അല്ലാഹുവിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനിതാ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. തവക്കൽതു അലല്ലാഹ്, എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചു. വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, ഒരു കഴിവും അള്ളാഹിനെ കൊണ്ടല്ലാതെ വേറൊരാളെ കൊണ്ടും ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. ആ തവക്കുല് നീ ചെയ്യ്. അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത ആ ജീവിച്ചിരിക്കുന്നവൻ്റെ മേൽ. വസബ്ബിഹ് ബിഹംദിഹി, അവനെ സ്തുതിക്കുന്നതോടൊപ്പം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ആ ഭരമേൽപ്പിക്കപ്പെട്ടവൻ വിശുദ്ധനാണ്, പരിശുദ്ധനാണ്, അവൻ സ്തുതിക്കപ്പെടേണ്ടവനാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നിങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കണം. ഒരു കുടുക്കുള്ള ബുദ്ധിമുട്ടിൽ പെടുമ്പോൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിട്ട് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കാനാണ് അള്ളാഹു പഠിപ്പിച്ചത്. ഫൈദാ ലഖീതും ഫിഅതം ഫസ്ബുതു വദ്കുറുല്ലാഹ്, നിങ്ങൾ ശത്രു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ പോലും ഉറച്ചു നിൽക്കുക, ദിക്ർ ചൊല്ലുക, അള്ളാഹുവിനെ ഓർക്കുക. അപ്പോൾ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വസബ്ബിഹ് ബിഹംദിഹി, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം തസ്ബീഹ് ചൊല്ലുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നിങ്ങനെയുള്ള തസ്ബീഹുകൾ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ തുടങ്ങിയ തസ്ബീഹ് ചൊല്ലുക. വകഫാ ബിദുനൂബി ഇബാദിഹി ഖബീറ, വകഫാ മതിയായവനാണ്, ബിഹി വകഫാ ബിഹി അവൻ തന്നെ മതിയായവനാണ്, ബിദുനൂബി ഇബാദിഹി അവൻ്റെ അടിമകളെപ്പറ്റിയുള്ള അടിമകളുടെ തെറ്റുകളെപ്പറ്റി ഖബീറൻ സൂക്ഷ്മജ്ഞാനിയായിട്ട് അല്ല തന്നെ മതി. അടിമകൾ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നു, അടിമകൾ ഏതെല്ലാം വഴിയിലേക്ക് തെറ്റിപ്പോകുന്നു, അതൊക്കെ സൂക്ഷ്മമായി അറിയുന്നവൻ അല്ല തന്നെയാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിൽ നീ എല്ലാം ഭരമേൽപ്പിക്കുക. അല്ലദീ ഖലഖസ്സമാവാതി വൽ അർള, അള്ളാഹുവാണ് എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ. കാരണം അവനാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ, ഭൂമിയെയും സൃഷ്ടിച്ചവൻ. അപ്പോൾ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ കയ്യിലാണ് ആകാശഭൂമികളുടെ പരമാധികാരം. അവനാണ് തൻ്റെ അടിമകളെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ, അവൻ മാത്രമാണ്. അപ്പോൾ അവനിൽ നിങ്ങൾ തവക്കുലാക്കുക. വമാ ബൈനഹുമാ, അതാ ഖലഖസ്സമാവാതി വൽ അർള വമാ ബൈനഹുമാ, ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും അല്ലാഹു തആല സൃഷ്ടിച്ചു. ഫി സിത്തത്തി അയ്യാമിൻ, 6 ദിവസങ്ങളിലായിക്കൊണ്ട്. ഖുർആൻ പലയിടത്തും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. 6 ദിവസങ്ങളിലായി ഭൂമിയെയും ആകാശങ്ങളെയും സൃഷ്ടിച്ചു. അള്ളാഹ്ക്ക് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ എന്ന് പറഞ്ഞാൽ മതി. അള്ളാഹ്ക്ക് ഒരു കാര്യം ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ
കുൻ നീ ഉണ്ടാവ് എന്നാണ്ട് കൽപ്പന കൊടുത്താൽ തന്നെ ഫയക്കൂൻ അതുണ്ടാകും. അള്ളാഹ്ക്ക് 6 ദിവസത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ അള്ളാഹു താല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് 6 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ 24 മണിക്കൂറല്ല, നേരെ മറിച്ച് അത് 6 ഘട്ടങ്ങൾ നീണ്ട ദിവസം. ഇന്ന യൗമൻ ഇന്ദ റബ്ബിക കഅൽഫി സനത്തി മിമ്മാ തഉദ്ദൂൻ, നിൻ്റെ റബ്ബിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറയുന്നത് 1000 കൊല്ലമാണ്, നിങ്ങൾ കണക്ക് കൂട്ടുന്ന 1000 കൊല്ലമാണ് എന്നും ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന, 50,000 കൊല്ലത്തെ ദൈർഘ്യമുള്ള ഒരു ദിവസം എന്നുമൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ സമയം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആയുസ്സിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഒരു സമയക്രമമുണ്ട്, ഒരു ദിവസം രാപ്പകൽ എന്ന് പറയുന്ന. എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം ഈ രാപ്പകലില്ല. സൂര്യനുണ്ടായതുകൊണ്ടാണ് രാവും പകലും നമുക്ക് തോന്നുന്നത്. സൂര്യൻ്റെയും അപ്പുറത്തുള്ള കോടാനുകോടി നക്ഷത്രങ്ങളിൽ ഈ രാപ്പകലുകളില്ലല്ലോ. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ദിവസം മറ്റേതോ ദിവസങ്ങളാണ്. അതുകൊണ്ട് അതിനെ ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫി സിത്തത്തി അയ്യാമിൻ. അതായത് ദിവസങ്ങൾ കൊണ്ട് ആകാശത്തെ 2 ദിവസം കൊണ്ട്, ഭൂമി 2 ദിവസം കൊണ്ട്, പിന്നെ അതിലുള്ള വസ്തുക്കൾ 2 ദിവസം കൊണ്ട് എന്നൊക്കെ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു സൃഷ്ടിപ്പിൻ്റെ രൂപമാണ്. അതിൽ നമ്മൾ കടന്ന് അനാവശ്യമായി ചിന്തിക്കേണ്ടതില്ല എന്ന്. സൂറത്ത് ആൽ ഇംറാൻ്റെ തുടക്കത്തിലുണ്ടല്ലോ മുത്തശാബിഹാത്ത്, മുഹക്കമാത്ത്, മുത്തശാബിഹാത്ത്. അള്ളാഹുവിൻ്റെ കലാമിൽ, പരിശുദ്ധ ഖുർആനിൽ മുഹക്കമായ കാര്യങ്ങളുണ്ട്, മുത്തശാബിഹായ കാര്യങ്ങളുണ്ട്. മുഹക്കമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ. അതായത് ഇബാദത്തിൻ്റെ കാര്യങ്ങൾ, ജനങ്ങളുമായിട്ട് സത്യം പറയണം, ജനങ്ങളെ പ്രയാസപ്പെടുത്തരുത്, മാതാപിതാക്കളോട് കരുണ ചെയ്യണം, നന്മ ചെയ്യണം, സത്യസന്ധത പാലിക്കണം. അതിനൊക്കെ പിന്നെ വേറെ സംശയിക്കാനൊന്നും ഇടയില്ല. അതാണ് മുഹക്കമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായും അല്ലാഹു തആല ഇബാദത്തിൻ്റെയും ഇടപാടുകളുടെയും ഒക്കെ കാര്യത്തിൽ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ. അതാണ് മുഹക്കം. മുത്തശാബിഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് കൃത്യമായി നമുക്ക് വ്യക്തമാവാത്ത കാര്യങ്ങൾ. അത് അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് മുത്തശാബിഹായ കാര്യങ്ങൾ നമ്മളെ ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ടതാവില്ല. അതായത് ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തിരിച്ചറിയാത്ത സംശയമുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല, അത് കൃകൃത്യായിരിക്കും. നേരെ മറിച്ച് മുത്തശാബിഹ് എന്ന് പറയുമ്പോൾ അത് ഈ പ്രപഞ്ചത്തിലെ 6 ദിവസങ്ങളിലായി അള്ളാഹു സൃഷ്ടിച്ചു. 7 ഭൂമികൾ, ആകാശങ്ങളുണ്ട്, 7 ആകാശങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. ഒരു രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് 1000 മൈലുകൾ അപ്പുറത്തുള്ള 1000 ദിവസം അപ്പുറത്തുള്ള ഒരു പ്രദേശത്ത് പോയിട്ട് തിരിച്ചു വന്നു. അല്ല, ഒരു മാസം ദൂരെയുള്ള ഒരു പ്രദേശത്ത് പോയി നബി രാത്രി കൊണ്ട് അവിടെ പോയി ആകാശത്ത് പോയി തിരിച്ചു വന്നു. ഇതൊക്കെ അല്ലാഹു തആല നമ്മളെ ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒന്നും അതിലില്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെപ്പറ്റിയും അള്ളാഹുവിൻ്റെ കഴിവിനെ പറ്റിയും പറഞ്ഞ കാര്യങ്ങൾ അതിനെ നമ്മൾ വെറുതെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതില്ല. അതാണ് അമ്മല്ലദീൻ മുത്തശാബിഹായത്തായ കാര്യങ്ങൾ അത് അല്ലാഹു തആല അല്ലാതെ മറ്റാരും അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം അറിയില്ല എന്ന് പറഞ്ഞത് അതാണ്. അപ്പോൾ ഇതിൽ 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചു ആകാശത്തെ എന്ന് പറഞ്ഞപ്പോൾ അത് എങ്ങനെ സൂറത്ത് ഫുസ്സിലത്തിലാണുള്ളത് അല്ലേ? ഫുസ്സിലത്തിനാണ് ആ സംഭവമുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. എവിടെയാണ്? അല്ല, ഒറ്റ മിനിറ്റ്, ഞാനിത് ഖലഖൽ അർള ഫീ യൗമൈൻ എന്ന് പറഞ്ഞൊരു ആയത്തുണ്ട്. നമ്മുടെ ഖുൽ അഇന്നകും ലതക്ഫുറൂന
പറയുക നബിയെ, അ ഇന്നക്കും ലതക്ഫുറൂന, നിങ്ങൾ നിഷേധിക്കുകയാണോ ബില്ലദീ ഖലഖൽ അർള, ഭൂമിയെ സൃഷ്ടിച്ചവനെ, ഫി യൗമൈനി, 2 ദിവസമായി സൃഷ്ടിച്ചവനെ നിങ്ങൾ നിഷേധിക്കുകയാണോ? പിന്നെ വതജഅലൂന ലഹു അന്താദൻ, അവന് നിങ്ങൾ പങ്കുകാരെ ഉണ്ടാക്കുകയാണോ? ദാലിക റബ്ബുൽ ആലമീൻ, അവനാണല്ലോ റബ്ബുൽ ആലമീൻ, ലോകത്തെ സൃഷ്ടിച്ചവൻ. വജഅല ഫീഹ റവാസിയ, ആ ഭൂമിയിൽ അവൻ റവാസികളെ, അതായത് ആഴ്ന്നു നിൽക്കുന്ന താഴോട്ട് ആണ്ട് നിൽക്കുന്ന മലകളെ ഉണ്ടാക്കി. മിൻ ഫൗഖിഹ, ആ ഭൂമിയുടെ മുകളിൽ. വബാറക ഫിഹ, ആ ഭൂമിയിൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. വഖദ്ദറ ഫിഹ അഖ്വാതഹ, ആ ഭൂമിയിൽ അതിൻ്റെ കൂത്തുകൾ, അതിന് തിന്നാനുള്ള വസ്തുക്കൾ നൽകി. ഫി അർബഅത്തി അയ്യാമിൻ, 4 ദിവസങ്ങളിലായിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് 4 ദിവസം 2 ദിവസം എന്നൊക്കെ പറഞ്ഞ കുറേ വിഷയങ്ങളുണ്ട്. അത് എന്താണ് അള്ളാഹു തആല അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അള്ളാഹു ആ ഘട്ടങ്ങൾ, ഒരുപക്ഷേ സാവകാശം കാര്യങ്ങൾ, പിന്നെ ഒരു സൃഷ്ടിപ്പും അതിലാവശ്യമായ വസ്തുക്കളും സാവകാശം ഉണ്ടാക്കി അള്ളാഹു തആല ഉണ്ടാക്കിയെടുത്തു എന്നതായിരിക്കാം. നമുക്കത്രേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ 6 ദിവസം അല്ലെങ്കിൽ 6 ഘട്ടം എന്നുള്ളത് നമ്മളങ്ങനെ വിശ്വസിക്കുന്നു. സുമസ്തവാ ഇല സമായി വഹിയ ദുഖാനുൻ, അല്ലേ? ഫഖാല ലഹ ഫിയോമീൻ, ആകാശങ്ങളെ 7 ആകാശമാക്കി വെച്ചു 2 ദിവസങ്ങളിലായിക്കൊണ്ട്. അതിൽ പിന്നെ ഈ ഖുർആനെ നിഷേധിക്കുന്ന ആളുകൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കിയ ആയത്താണത്. പക്ഷെ അതിനെ 6 ദിവസമായി അള്ളാഹു തആല മറ്റ് സ്ഥലങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഈ 6 ദിവസം എന്നത് 6 ഘട്ടങ്ങൾ. എന്തിനാണ് അള്ളാഹു തആലാക്ക് ഒറ്റ ഘട്ടം കൊണ്ട് തന്നെ ഇതെല്ലാം ആയിക്കൂടായിരുന്നോ? പക്ഷേ ചില നിയന്ത്രണങ്ങളും ചില രൂപങ്ങളും അള്ളാഹുവിൻ്റെ മശീഅത്തോടുകൂടി മെല്ലെ മെല്ലെ ഘട്ടങ്ങളിലായി ഉണ്ടായി എന്ന് മനസ്സിലാക്കുകയല്ലാതെ അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിച്ചതിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹു അഅലം ബി മുറാദിഹി എന്നേ പറയാൻ പറ്റുള്ളൂ. ആദ്യം അർബഅത്ത് അയ്യാമെന്ന് പറഞ്ഞു, പിന്നെ യൗമ, ആകാശത്തിലുള്ള കാര്യങ്ങളെ പിന്നെ 2 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ 6 2 8 എന്നിങ്ങനെയുള്ള ഇതുകളുണ്ട്. അതിന് പിന്നെ ഖുർആൻ വ്യാഖ്യാതാക്കൾ തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുമുണ്ട്. വേണമെങ്കിൽ നമുക്ക് അവിടെ എത്തുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു വിശദീകരണം നൽകാം. അതിന് വേറെയും ചില ആയത്തുകളും വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ. പിന്നെ സുമസ്തവ അലൽ അർഷ്, പിന്നെ അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. ഇതും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. അള്ളാഹു സിംഹാസനത്തിൽ അവൻ ഉപവിഷ്ടനായി. എങ്ങനെയാണ് അള്ളാഹു തആല നമ്മളെ മാതിരി അള്ളാഹു ഒരു സിംഹാസനത്തിൽ ഇങ്ങനെ കയറി ഇരുന്നതാണോ? അതൊന്നും നമുക്കങ്ങനെ വ്യാഖ്യാനിക്കാനോ, ഇരുന്നപ്പോൾ അള്ളാഹു സന്ധി വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കൽ, കാല് തൂക്കിയിട്ടിട്ടാണ്, അങ്ങനെയാണോ? അതൊന്നും നമ്മൾക്ക് പറയാൻ പാടില്ല. ഇസ്തിവാൻ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് ഇസ്തിവാൻ യലീഖു ബിഹി, അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പിന്, അസ്തിത്വത്തിന് അനുയോജ്യമായ തരത്തിൽ അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്നേ പറയാൻ പറ്റുള്ളൂ എന്നാ. സുമസ്തവ അലസമായി അലൽ അർശി, സിംഹാസനത്തിൻ്റെ മേൽ അള്ളാഹു ഉപവിഷ്ടനായി. അപ്പം എങ്ങനെ എന്ന് നമ്മൾ ചോദിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ അസ്തിത്വം എങ്ങനെയാണ് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് അള്ളാഹു നിൽക്കുന്നത് എങ്ങനെ, അള്ളാഹു ഇരിക്കുന്നത് എങ്ങനെയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കണ്ണ് എന്ന് ഖുർആനിലുണ്ട്, അള്ളാഹുവിൻ്റെ കയ്യ് എന്ന് ഖുർആനിലുണ്ട്. യദുല്ലാഹി ഫൗഖ ഐദീഹിം, അവരുടെ കൈകളിലാണ്, അവരുടെ കൈകൾക്ക് മുകളിലാണ് അള്ളാഹുവിൻ്റെ കയ്യ്. ഇന്നക ബി അയ്യുനിന, നീ എൻ്റെ കൺമുമ്പിലാണ് ഉള്ളത്. അള്ളാഹുവിൻ്റെ പിന്നെ കാല്, യൗമ യുക്ശഫു അൻ സാഖിൻ വയുദ്ഔന ഇല സുജൂദ്, അള്ളാഹു തആല കാല് വെളിവാക്കും, അവരോട് സുജൂദ് ചെയ്യാൻ പറയും. അപ്പോൾ അള്ളാഹുവിൻ്റെ കാല് എങ്ങനെയാണ്? നമ്മളെ മാതിരി തന്നെയാണോ? അള്ളാഹുവിൻ്റെ കൈ എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ കണ്ണ് എങ്ങനെയാണ്? ഇതൊന്നും
അള്ളാഹുവിൻ്റെ അസ്തിത്വം അറിയാത്ത കാലത്തോളം അള്ളാഹു പറഞ്ഞിടത്ത് നമ്മൾ നിർത്തുക. അള്ളാഹുവിന് കണ്ണുണ്ടായിരിക്കാം, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനനുസരിച്ചുള്ള ഒരു അയിന്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനനുസരിച്ചുള്ള കയ്യും കാലും കണ്ണും എന്നല്ലാതെ അതിനെ നമ്മൾ വെറുതെ വ്യാഖ്യാനിച്ച് പോകേണ്ടതില്ല എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. നമ്മളതിനെ വ്യാഖ്യാനിച്ചിട്ട് അള്ളാഹിൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്തായ ശക്തിയാണ്, അല്ലെങ്കിൽ പ്രകാശമാണ്. അള്ളാഹുവിൻ്റെ കാല് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുവ്വത്താണ്. അള്ളാഹുവിൻ്റെ കൈ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സഹായമാണ്. അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ടതില്ല. അള്ളാഹു അഅലം ബി മുറാദി. അതാണ്. സുമസ്തവ അലൽ അർഷ്, അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അള്ളാഹുവിന് നമ്മൾക്കത് ഇനി അള്ളാഹു എങ്ങനെയാണ് സിംഹാസനത്തിലുള്ളത്, അള്ളാഹു എങ്ങനെയാണ്, അള്ളാഹുവിനെ നമ്മൾ കാണും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ, പൂർണ്ണചന്ദ്രൻ്റെ രാത്രിയിൽ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കാണും. അപ്പം നമുക്കതിനെ ബോധ്യമാവുന്നുള്ളതല്ലാതെ ഇപ്പം നമ്മൾ റബ്ബ് എങ്ങനെയാണ് സിംഹാസനത്തിൽ ഇരുന്നത്, റബ്ബ് എങ്ങനെയാണ് നിൽക്കുന്നത്, കയ്യെ വെക്കുന്നത് എങ്ങനെയാണ്, ഇതൊന്നും അതിൻ്റെ രൂപം കൃത്യമായി അറിയാത്തത് കൊണ്ട് നമ്മളെ ഇബാദത്തിനോ നമ്മുടെ വിശ്വാസത്തിനോ ഒന്നും വേണ്ട. അള്ളാഹു അഅലം, അള്ളാഹുവിനറിയാം ആ കാര്യങ്ങൾ എന്നേ നമുക്ക് വിചാരിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ നബിയുടെ കാലത്ത് ഖുർആൻ പറയുന്നുണ്ടല്ലോ സൂറത്തു ഹജ്ജിൽ, അതായത് നിങ്ങളെ അല്ലാഹു തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, മണ്ണ് പിന്നെ ബീജമായി, ബീജം പിന്നെ രക്തമായി, തൂങ്ങിക്കിടക്കുന്ന രക്തമായി, ആ തൂങ്ങിക്കിടക്കുന്ന രക്തം പിന്നെ മാംസപിണ്ഡമായി, ചവച്ചരക്കപ്പെട്ട പോലെയുള്ള മാംസപിണ്ഡമായി, പിന്നെ അതിനെ മനുഷ്യനായി, എല്ലായി, ആ എല്ലിന്മേൽ മാംസം പക്കസൗനലില്ലാമലഹമ്മ, ആ എല്ലിന്മേൽ മാംസം പൊതിഞ്ഞു എന്നൊക്കെ സഹാബിമാരോട് സൂറത്തു ഹജ്ജിലുണ്ട ആയത്ത്. യാ യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബി മിനൽ ബഅസി ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ ലിനുബയ്യിന ലക്കും. ഈ സൃഷ്ടിപ്പിനെ പറ്റി അന്ന് സഹാബിമാരെന്താ വിചാരിച്ചിട്ടുണ്ടാവുക? അല്ലാഹു അഅലം അല്ലേ. നമുക്ക് ഇന്ന് വേണമെങ്കിൽ അതൊരു തൂങ്ങിക്കിടക്കുന്ന രക്തപിണ്ഡമാണ്, അതായത് ബീജം ഗർഭാശയത്തിൽ തൂങ്ങിക്കിടക്കുന്ന രക്തമാകുന്നു, അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആ രക്തം പിന്നെ മാംസമായി മാറുന്നു, അത് പിന്നെ ചവച്ചരക്കപ്പെട്ട രൂപത്തിൽ എല്ലുകളും മറ്റൊക്കെ ആയി മാറുന്നു, ശരീരത്തിൻ്റെ ആകൃതിയിലേക്ക് വരുന്നു, പിന്നെ അതിന്മേൽ മാംസം പൊതിയുന്നു. അതിനൊക്കെ നമ്മളൊരു പക്ഷേ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ കൊണ്ട് ന്യായം ഇപ്പം നമുക്കറിയാം. സഹാബിമാരുടെ കാലത്ത് എന്തായിരിക്കും? അല്ലാഹു അഅലം. നബിയ പറഞ്ഞതിലാണ്ട് വിശ്വസിച്ചു, അതേ ഉള്ളൂ. അതാണ് സുമസ്തവ അലൽ അർഷ്. എന്നിട്ട് അള്ളാഹു പറയാണ് അർ റഹ്മാൻ, അവൻ പരമകാരുണികനാണ്. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഹുവർ റഹ്മാൻ, അവൻ പരമകാരുണികനാണ്. ഫസ് അൽ ബിഹി, അവനോട് നിങ്ങൾ അവനെപ്പറ്റി നിങ്ങൾ ചോദിക്കുക. ഖബീറ, ഒരു സൂക്ഷ്മമായി അറിയുന്നവനോട്. അള്ളാഹു പരമാധികാരിയാണ്, പരമകാരുണികനാണ്. അവനെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ഖബീറായ ഒരു ഖബീറിനോട് ചോദിച്ചു നോക്കൂ. സൂക്ഷ്മമായി അറിയുന്ന ഒരാളോട്, അത് പ്രവാചകനായിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിനെ പറ്റി ശരിക്കും മനസ്സിലാക്കിയ ഒരാളായിരിക്കാം. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പറ്റിയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റിയും നിങ്ങൾ ഖബീറിനോട് ചോദിച്ചു നോക്ക്. അള്ളാഹു പരമകാരുണികനാണ്. അർ റഹ്മാൻ ഫസ് അൽ ബിഹി ഖബീറ വഇദാ ഖീല ലഹും. ഖബീർ അള്ളാഹുവിൻ്റെ പേരാണ്. ഖബീർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പേരാണ്. വഹുവൽ അലീമുൽ ഖബീർ എന്ന് പറയാം. ഖബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജ്ഞാനി, ഒരു വസ്തു. അലീം എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ. ഖബീർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂക്ഷ്മമായ കാര്യങ്ങൾ, അതിസൂക്ഷ്മമായ കാര്യങ്ങൾ അറിയുന്നവൻ. അതുകൊണ്ടാണ് മുഖാബറത്ത് എന്നാണ് പറയുക ഇൻ്റലിജൻസിന്. അറബി ഭാഷയിൽ ഇൻ്റലിജൻസിന് മുഖാബറത്ത് എന്നാണ് പറയുക. കാരണം നമ്മൾ അറിയുന്ന മാതിരിയല്ല ഇൻ്റലിജൻസ് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനേക്കാളും സൂക്ഷ്മമായ ഒരു കാര്യം ഇൻ്റലിജൻസ് മനസ്സിലാക്കുക, ഒരു കുറ്റം തെളിയിക്കാനൊക്കെ. അതാണ് മുഖാബറത്ത്, അതാണ് ഖബീർ. അല്ലാഹു തആല സൂക്ഷ്മമായി മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളും അറിയുന്നവനാണ്. ആ അറിയുന്നവനോട് നിങ്ങൾ അള്ളാഹുവിനെ പറ്റി ചോദിച്ചു നോക്കുക. ഫസ് അൽ ബിഹി ഖബീറ വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ
ഉസ്ജുദൂലിർ റഹ്മാൻ, ആ റഹ്മാനായ അള്ളാഹുവിന് നീ സുജൂദ് ചെയ്യുക, നിങ്ങൾ സുജൂദ് ചെയ്യുവീൻ എന്നവരോട് പറയപ്പെട്ടാൽ ഖാലൂ, അവർ പറയും, മമർ റഹ്മാൻ, എന്താണ് ഈ റഹ്മാൻ എന്ന് പറയുന്നത്? അള്ളാഹു റഹ്മാനാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നില്ല. അള്ളാഹു റഹ്മാനാണ്, പരമകാരുണികനാണെങ്കിൽ പിന്നെന്തിനാണ് അള്ളാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അള്ളാഹു ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിക്കുന്ന വലിയ പരമമായ അള്ളാഹുവാണ്, ഇലാഹാണ്, അവന് റഹ്മാനാണ് എന്ന കാര്യം മക്കാ മുശ്രിക്കുകൾ അംഗീകരിച്ചില്ല. അതുകൊണ്ട് അവർ ചോദിക്കും, എന്ത് റഹ്മാൻ? നമുക്ക് ഒരു റഹ്മാനൊന്നും നമുക്കറിയില്ല. ഞങ്ങളെ കാരുണ്യം, ഞങ്ങളോട് കരുണ ചെയ്യാനും ഞങ്ങളെ കാര്യങ്ങൾ ശരിയാക്കി തരാനും ഇവിടെ ഞങ്ങളുടെ മുൻഗാമികളായ മഹാന്മാരായ, ഞങ്ങളെ സ്നേഹിച്ചിരുന്ന, ഞങ്ങളെ പിതാക്കന്മാർ ആരാധിച്ചിരുന്ന ലാത്തയും ഉസ്സിയൊക്കെ ഉണ്ട്. ഈ പറയുന്ന അള്ളാഹ് നബി പറഞ്ഞു, ചങ്ങാതിമാരെ, നിങ്ങൾ ഈ ലാത്തനെ ഉസ്സനെ ആരാധിക്കണ്ട, അതിനേക്കാളും നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്നവൻ റഹ്മാനാണ് അള്ളാഹു. നിങ്ങൾക്കുള്ള എല്ലാ, റഹ്മാൻ എന്ന് പറഞ്ഞാൽ വിശാലമായ കാരുണ്യം നൽകുന്നവനാണ് അള്ളാഹു. നിങ്ങൾ അവനോട് ചോദിച്ചാൽ മതി, ആ അള്ളാഹുവിനോട്. നിങ്ങൾ വേറെ ആരും അള്ളാഹുവിനെ പോലെ നിങ്ങൾക്ക് കരുണ ചെയ്യുന്നവനില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം 100% മാത്രമാണ് ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. ആ 100% കാരുണ്യം കൊണ്ടാണ് ഈ ഭൂമിയിൽ പക്ഷികളും ജീവജാലങ്ങളും അതിൻ്റെ മക്കളോടും പരസ്പരം മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ആ കരുണാപൂർവമായി പെരുമാറുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 100% ബാക്കി 99 അള്ളാഹു തആല പരലോകത്ത് നിങ്ങളോട് കരുണ കാണിക്കാൻ വേണ്ടി കാത്തിവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ റഹ്മാനിനെ വിട്ടിട്ട് നിങ്ങൾ വേറൊരാൾ നിങ്ങൾക്ക് കരുണ ചെയ്യൂല. അതുകൊണ്ട് അവനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് അവരോട് പറയുമ്പോൾ അവർ പറയും, അമർ റഹ്മാൻ, എന്താ ഈ റഹ്മാൻ? അതാണ് വഇദാ ഖീല ലഹും ഉസ്ജുദൂ ലിർറഹ്മാൻ, റഹ്മാനിന് വേണ്ടി സുജൂദ് ചെയ്യുക എന്നവരോട് പറയപ്പെട്ടാൽ ഖാലു, അവർ പറയും, വമർ റഹ്മാൻ, എന്താണ് റഹ്മാൻ? അനസ്ജുദു, ഞങ്ങൾ സുജൂദ് ചെയ്യണമോ? ചോദ്യമാണ്. അനസ്ജുദു, ഞങ്ങൾ സുജൂദ് ചെയ്യണമോ? ലിമാ തുഅ്മുറുന, നീ ഞങ്ങളോട് പറയുന്നതിനൊക്കെ, കൽപ്പിക്കുന്നതിനൊക്കെ ഞങ്ങൾ സുജൂദ് ചെയ്യണമോ? അതാ പറയാം. ഇജ്ജ് പറയണീനാ ഞങ്ങൾ സുജൂദ് ചെയ്യല്? റഹ്മാന് സുജൂദ് ചെയ്യാൻ പറയുമ്പോൾ ഞങ്ങൾ ആ സുജൂദ് ചെയ്യണോ? ഈ ലാത്തയും ഉസ്സക്കും സുജൂദ് ചെയ്താൽ പോരെ? അതുകൊണ്ട് ഞങ്ങളെ കാര്യങ്ങൾ പരിഹരിക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു അവരുടെ വിശ്വാസം. ഈ ഉദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറയ്ക്ക് ചെല്ലുകയും മക്കയിലേക്ക് കടക്കാൻ അനുവദിക്കാതെ നബിയെ തിരിച്ചയക്കുകയും ഒരു സന്ധി ഉണ്ടാക്കുകയും ചെയ്തു. ഇനി 10 കൊല്ലത്തിൻ്റെ ഇടയിൽ നമ്മൾ യുദ്ധം ചെയ്യൂല, ഇക്കൊല്ലം മടങ്ങിപ്പോകണം, അടുത്ത കൊല്ലം നിങ്ങൾക്ക് തിരിച്ച് ഉംറയ്ക്ക് വരാം എന്നൊക്കെ ഖുറൈശികളുമായി ഒരു കരാറുണ്ടാക്കി. ആ കരാറുണ്ടാക്കാൻ വേണ്ടി കരാറ് പത്രം എഴുതിയപ്പോൾ നബിയാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ആണ് കരാറ് എഴുതുന്നത്. നബിയാണ് കരാറിൻ്റെ ഖണ്ഡിക പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നബി അലിയോട് പറഞ്ഞു, എന്നാ എഴുതിക്കോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം മുശ്രിക്കുകളുടെ നേതാവായ സുഹൈൽ പറഞ്ഞു, ബിസ്മില്ലാ എന്ന് എഴുതിയാൽ മതി, ഞങ്ങൾ അർ റഹ്മാനിർ റഹീം എന്ന് അംഗീകരിക്കൂല. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, അത് അവർ അംഗീകരിച്ചിരുന്നില്ല. അവരുടെ മനസ്സിലുള്ള വിശ്വാസം അള്ളാഹു എന്ന് പറയുന്നത് എപ്പോഴും ക്രൂരമായി നിൽക്കുന്ന ഒരു മഹാശക്തിയാണ്. അവൻ മനുഷ്യനൊന്നും അടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഭീകരശക്തിയാണ് അള്ളാഹു. പിന്നെ നമ്മളെ രക്ഷിക്കാൻ ആ ഭീകരശക്തിയോട് ശിപാർശ ചെയ്ത് രക്ഷിക്കാൻ ഇവരാണുള്ളത്. ആ വിശ്വാസം പല മതങ്ങളിലുമുണ്ട്. ദൈവസങ്കല്പങ്ങൾ ഭീകരമായി പല്ലിളിച്ചു കാട്ടുന്ന ഭീകര സ്വത്വങ്ങളായി ദൈവസങ്കല്പങ്ങളെ കാണുന്ന ആ രാക്ഷസീയമായ ദൈവ രൂപങ്ങളെയൊക്കെ വെച്ചിരിക്കുന്ന പല മതങ്ങളിലും കാണാം. എന്നാൽ ഇസ്ലാമിലെ ദൈവം മനുഷ്യന് കാണാത്ത, രൂപപ്പെടുത്താൻ കഴിയാത്ത, എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ തിന്മ ചെയ്യുന്നവർക്കും നന്മ ചെയ്യുന്നവർക്കും കാരുണ്യം ചൊരിഞ്ഞു തരുന്ന റഹ്മാനായ അള്ളാഹുവാണ് ഇസ്ലാമിലെ വിശ്വാസം. അപ്പോൾ ആ റഹ്മാനിനെ അവർ അംഗീകരിക്കൂല. അതുകൊണ്ടാണ് വഇദാ ഖീല ലഹും ഉസ്ജുദൂ ലിർറഹ്മാൻ, റഹ്മാനായ ആ അള്ളാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്യണം എന്നവരോട് പറയപ്പെട്ടാൽ ഖാലു വമർ റഹ്മാൻ, അവർ ചോദിക്കും, എന്ത് റഹ്മാൻ, എന്താണ് റഹ്മാൻ? അനസ്ജുദു ലിമാ തുഅ്മുറുന,
നീ കൽപ്പിക്കുന്നതിന് ഞങ്ങൾ സുജൂദ് ചെയ്യണമോ? അത് ചോദിക്കും ചെയ്യും. വസാദഹും നുഫൂറ, അവർ വർദ്ധിപ്പിക്കും. നുഫൂർ, റഹ്മാൻ എന്ന് കേൾക്കുമ്പോഴേക്ക് അവർക്ക് നുഫൂർ, അതായത് അകൽച്ച, വെറുപ്പ് കൊണ്ടുള്ള അകൽച്ച, വെറുപ്പ് വർദ്ധിക്കും അവർക്ക്. റഹ്മാൻ എന്ന് പറയുമ്പോഴേക്ക് ഓൽക്കത് സഹിക്കാൻ കഴിയില്ല. നബിയോടുള്ള ദേഷ്യം കൂടുകയായിരിക്കും അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കേണ്ടത്. അള്ളാഹു ക്രൂരനല്ല, അള്ളാഹു പുറത്തു തരുന്നവനാണ്. എത്ര കുറ്റം ചെയ്താലും പുറത്തു തരുന്നവനാണ്. അള്ളാഹു കരുണ കാണിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കാതെ ജീവിച്ചിട്ട് പോലും നമുക്ക് ജീവിക്കാനും തിന്നാനും കുടിക്കാനും ഒക്കെ തരുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് പോലും അള്ളാഹു അവൻ്റെ ആയുസ്സും ആരോഗ്യവും അവൻ്റെ ജീവിത സൗകര്യങ്ങളും നൽകുന്നവനാണ് അള്ളാഹു. അതാണ് റഹ്മാൻ. ആ റഹ്മാൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലാണ്. അള്ളാഹുമ്മ റഹ്മത്തക്ക അർജു. എപ്പോഴും നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ അവൻ ശിക്ഷിക്കുമെന്ന പേടി വേണം. പക്ഷേ റഹ്മത്തിനെയാണ് നമ്മളെപ്പോഴും കാണേണ്ടത്. അതാണ് അള്ളാഹുമ്മ റഹ്മത്തക്ക അർജു. അള്ളാഹുവേ, നിൻ്റെ കാരുണ്യത്തെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫലാ തക്കിൽനി ഇലാ നഫ്സി തർഫത അയ്ൻ. കണ്ണ് ഇമവെട്ടി എഴുന്നേൽക്കുന്ന നേരം പോലും എൻ്റെ കാര്യത്തിലേക്ക് നീ ഏൽപ്പിക്കരുത്, എൻ്റെ സ്വന്തത്തിലേക്ക് ഏൽപ്പിക്കരുത്. നീ എന്നോട് കരുണ കാണിക്കണം. അങ്ങനെ കാരുണ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയുമാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. എന്നാൽ ആ വിശ്വാസികൾക്ക് ആ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ ഉണ്ടായില്ല. അതാണ് അവർ ഒമർ റഹ്മാൻ അനസ്തുലിമാത്ത് മുർന വസാദഹും നുഫൂറ, അതവർക്ക് വെറുപ്പാണ് വർദ്ധിപ്പിച്ചത്. തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ. തബാറക്ക, അനുഗ്രഹീതനായിരിക്കുന്നു. അല്ലദീ, ഒരുവൻ. ജഅല ഫിസ്സമാഇ ബുറൂജൻ, ആകാശത്ത് നക്ഷത്രമണ്ഡലങ്ങളെ സൃഷ്ടിച്ചവൻ, നക്ഷത്രമണ്ഡലങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു അനുഗ്രഹീതനായിരിക്കുന്നു. വജഅല ഫീഹാ സിറാജൻ, അതിലവൻ ഒരു ശോഭിക്കുന്ന വിളക്കും, സിറാജ് എന്ന് പറഞ്ഞ വിളക്ക്, ഒരു വിളക്കും സൃഷ്ടിച്ചു. വ ഖമറം മുനീറ, പ്രകാശിക്കുന്ന ചന്ദ്രനെയും സൃഷ്ടിച്ചു. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളെ പറ്റിയാണ് പറയുന്നത്. ആകാശത്ത് നക്ഷത്രങ്ങൾ, ബുറൂജ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ അവർക്ക് സഞ്ചരിക്കാനുള്ള വഴികൾ, നക്ഷത്രമണ്ഡലങ്ങൾ. നക്ഷത്രങ്ങളും അവർക്ക് ഓരോ നക്ഷത്രത്തിനും അതിന് സഞ്ചരിക്കാനുള്ള സ്ഥലങ്ങളും വഴികളും അല്ലാഹു തആല ആകാശത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. അവനാണ് അനുഗ്രഹീതൻ എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ളൊരു സൃഷ്ടിപ്പിനൊന്നും കഴിയാത്ത നിങ്ങളാരുമല്ല, അള്ളാഹുവിൻ്റെ അടിമകളാണ്. അവനാണ് വലിയവനും അനുഗ്രഹീതനും. അവനാണ് സിറാജ്. സിറാജ് എന്ന് പറഞ്ഞാൽ സ്വയം കത്തുന്ന വിളക്കിനാണ് സിറാജ് എന്ന് പറയുക. വിളക്ക് കത്തി പ്രകാശം നൽകുന്നതിനാണ് സിറാജ് എന്ന് പറയുക. മുനീർ എന്ന് പറഞ്ഞാൽ വെളിച്ചം നൽകുന്നത് എന്നാണ് മുനീർ. അപ്പം ഖമറിനെ മുനീർ എന്നും സൂര്യനെ സിറാജ് എന്നുമാണ് അല്ലാഹു തആല ഉപയോഗിച്ചത്. സ്വയം കത്തി വെളിച്ചം നൽകുന്നതും അതിന്മേൽ നിന്ന് വെളിച്ചം പ്രകാശിപ്പിക്കുന്നതുമായ രണ്ട് വസ്തുക്കൾ. ഖമർ സ്വയം കത്തുന്നില്ല, സൂര്യൻ്റെ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് പ്രതിബിംബിച്ച് തരികയാണ് ഖമർ. അതുകൊണ്ടാണ് വ ഖമറം മുനീറ, നൂറ് നൽകുന്ന ഖമറിനെയും കത്തി പ്രകാശിക്കുന്ന സൂര്യനെയും സൃഷ്ടിച്ച, അതുപോലെ നക്ഷത്രമണ്ഡലങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹുവാണ് അനുഗ്രഹീതൻ. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ. അള്ളാഹു തആല രാത്രിയെയും പകലിനെയും സൃഷ്ടിച്ചു. ഖിൽഫതൻ, ഖലീഫയായിക്കൊണ്ട്, മാറി മാറി വരുന്നതായിക്കൊണ്ട്, പിൻഗാമിയായി. രാത്രി വന്നു, അതിൻ്റെ പിന്നാലെ പകൽ വരുന്നു, പകലിൻ്റെ പിന്നാലെ രാത്രി വരുന്നു, അങ്ങനെ മാറി മാറി വരുന്നത്, അതാണ് ഖിൽഫത്ത്. മാറി മാറി വരുന്ന രാത്രികളെയും പകലുകളെയും അല്ലാഹു തആല സൃഷ്ടിച്ചു. ലിമൻ അറാദ അൻ യദ്ദക്കറ, അള്ളാഹുവിനെ ഓർക്കുന്നവന്, ഓർക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി. ലിമൻ, ഈ രാത്രിയും പകലും അള്ളാഹ് സൃഷ്ടിച്ചത് ആർക്കാണ്? ലിമൻ അറാദ അൻ യദ്ദക്കറ, അള്ളാഹുവിനെ ഓർക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് അള്ളാഹുവിനെ ഓർക്കാൻ
പകലിൽ ഓർക്കാൻ കുറേ കാര്യങ്ങളുണ്ട്, രാത്രിയിൽ ഓർക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. പകലിൽ കുറേ ഇബാറത്തുകൾ പ്രത്യേകമായതുണ്ട്, രാത്രിയിൽ പ്രത്യേകമായ ഇബാറത്തുകളുണ്ട്. രാവിലെയും വൈകുന്നേരവും രാത്രിയാകുമ്പോഴും പകലാകുമ്പോഴും ഓർക്കാനുള്ള ദിക്റുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് രാപ്പകലുകളെ അള്ളാഹു സൃഷ്ടിച്ചത്. ഔ അറാദ ശുക്കൂറ, അല്ലെങ്കിൽ നന്ദി ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇതൊക്കെ സൃഷ്ടിച്ചു. അപ്പോൾ അള്ളാഹു തആല ഈ സൃഷ്ടി സംവിധാനമൊക്കെ ഉണ്ടാക്കിയത് പടച്ചവനെ ഓർക്കാനും ആ ഓർക്കുന്നവർക്കുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇതുണ്ടാക്കിയത്. അത് ഓർക്കാതെ ഈ സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അള്ളാഹുവിന് നന്ദി ചെയ്യാതെ അള്ളാഹ് തന്ന രാത്രി പകല് എന്നതിൻ്റെ ഗുണം നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് പടച്ചവനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും എന്നുകൂടിയുള്ള സൂചന ഇതിൽ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഉള്ള കുറച്ച് ആയത്തുകൾ യഥാർത്ഥമായ അള്ളാഹുവിൻ്റെ അടിമകളുടെ വിശേഷണങ്ങളാണ്. ഇബാദുർ റഹ്മാൻ ഒരു 10-15 ഗുണങ്ങളാണ് ഇനി പറയുന്നത്. നമുക്ക് തുടർന്ന് പോകാം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകൾ. 2 തരത്തിലുള്ള അടിമകൾ അള്ളാഹുവിനുണ്ട്. ഒന്ന് റഹ്മാനിൻ്റെ യഥാർത്ഥമായ അടിമകൾ, അള്ളാഹുവിൻ്റെ റഹ്മാനായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഓർത്തുകൊണ്ട് ജീവിക്കുന്ന അടിമകൾ. എന്നാൽ അള്ളാഹുവിൻ്റെ അടിമകൾ തന്നെയാണ്, പക്ഷേ ആ റഹ്മത്ത് ഓർക്കാതെ ജീവിക്കുന്ന അടിമകളുമുണ്ട്. നമ്മളിനി അള്ളാഹുവിനെ നിഷേധിച്ചാലും മനുഷ്യരൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹുവിനെ ധിക്കരിച്ചാലും മനുഷ്യർ അള്ളാഹുവിൻ്റെ അടിമകളാണ്. എല്ലാ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ അടിമകൾ തന്നെയാണ്. പക്ഷേ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ റഹ്മത്തും അവൻ്റെ ഖുദ്റത്തും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമ, അവൻ്റെ സ്വഭാവമാണ് പറയുന്നത്. അപ്പോൾ നമ്മളതായിരിക്കാനാണ് ഇത് പറയുന്നത്. വഇബാദുർ റഹ്മാൻ, പരമകാരുണികനായ ആ അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അടിമകൾ. അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അല്ലദീന യംശൂന അലൽ അർളി, അവർ ഭൂമിയിൽ നടക്കും എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ജീവിക്കും എന്നുള്ള അർത്ഥത്തിലാണ് ഭൂമിയിൽ നടക്കും എന്ന് പറയുന്നത്. അവർ ഭൂമിയിൽ കൂടി നടക്കുന്നവരാണ്, ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. ഹൗനൻ, വിനയത്തോടുകൂടി ജീവിക്കുന്നവരാണ്. അതാണ് കാരണം. അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹു തിരിച്ചു വിളിക്കുമ്പോൾ പോകേണ്ടവനാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിധേയമാകേണ്ടവനാണ്. അതുകൊണ്ട് വിനയത്തോടുകൂടി, ഹൗന് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് മുതവാളിഈന ലില്ലാഹ്, പരമകാരുണികനായ അള്ളാഹുവിന് വിനയം കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവർ. അള്ളാഹുവിനോട് മാത്രമല്ല ഒരു അള്ളാഹുവിൻ്റെ അടിമ വിനയം കാണിക്കേണ്ടത്, എല്ലാ മനുഷ്യരോടും തവാളു കാണിക്കേണ്ടതുണ്ട്. എല്ലാ മനുഷ്യനോടും, ആരാണെങ്കിലും അവരോട് ആരോടും ഒരിക്കലും അഹങ്കാരമോ ഞാനാണ് വലിയവനെന്ന ബോധമോ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ അടിമകളോടും വിനയത്തോടുകൂടി ജീവിക്കുന്നവനായിരിക്കും റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിലും അടിമന്നെയാണെങ്കിലും യഥാർത്ഥമായി അള്ളാഹു റഹ്മത്ത് ചെയ്യുന്ന, റഹ്മത്ത് അംഗീകരിക്കുന്നതും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നതുമായ അടിമകൾ വിനയമുള്ളവരായിരിക്കണം എന്നർത്ഥം. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വഇദാ ഖാതബഹും, അവരോട് സംസാരിച്ചാൽ, അൽ ജാഹിലൂൻ, വിവരമില്ലാത്ത ആളുകൾ, വിഡ്ഢികളായിട്ടുള്ള ആളുകൾ അവരോട് സംസാരിച്ചാൽ, ഖാലൂ സലാമ, അവർ സലാമിൻ്റെ, അതായത് സുരക്ഷിതത്വത്തിൻ്റെ, സലാം എന്ന് പറയുന്ന പറഞ്ഞാൽ സുരക്ഷിതമായ വാക്കുകൾ പറയും, നന്മയുടെ വാക്കുകൾ പറയും. ഒരിക്കലും അവരോട് ജാഹിലീങ്ങൾ സംസാരിക്കുമ്പോൾ തിരിച്ച് ജഹാലത്ത്, വിവരക്കേടും തോന്നിവാസങ്ങളോ തെറ്റുകളോ കുറ്റങ്ങളോ പറയുകയാണെങ്കിൽ അതിന് തിരിച്ച് അങ്ങോട്ട് ഉരുളുക്കുപ്പേരി കൊടുക്കുന്നവരല്ല. ഖാലൂ സലാമ, സലാം പറയും. അതായത് വിട്ടുവീഴ്ചയുടെയും സമാധാനത്തിൻ്റെയും
നേരിൻ്റെയും വാക്കുകൾ പറയുന്നവരാണ്. അതായത് നമ്മുടെ പ്രതികരണം എത്ര ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, നല്ലത് കൊണ്ട് നീ പ്രതികരിക്കുക. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ അമീം, ആരുമായിട്ട് നിനക്ക് ശത്രുതയുണ്ടോ അവൻ ബന്ധുവായി തീരും. അപ്പോൾ ജനങ്ങളോട് അവർ എത്ര ധിക്കാരമോ തോന്നിവാസമോ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ പോലും അതിന് പകരം ധിക്കാരം പറയാനല്ല, അവന് പകരം നല്ല വാക്ക് പറയാനാണ് അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചത്. അപ്പോൾ ഇബാദുർ റഹ്മാനിൻ്റെ രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, നല്ല പ്രതികരണം നടത്തുന്നവർ, വിനയത്തോടുകൂടി ജീവിക്കുന്നവർ. ഇങ്ങനെയാണ് മുസ്ലിമീങ്ങളൊക്കെ ജീവിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പം നാട്ടിലുണ്ടാവുമല്ലോ. എല്ലാവരും വിനയമാണ് കാണിക്കുന്നത്, ആരോടും അഹങ്കാരവും ധിക്കാര സ്വഭാവവുമില്ല. എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ അങ്ങോട്ട് തിരിച്ച് ജഹാലത്ത് ചെയ്യുകയില്ല. എങ്കിൽ പിന്നെന്താ, അപ്പോളേ സമാധാനം ഉണ്ടാവുള്ളൂ. അതാണ് ഇബാദുർ റഹ്മാനിൻ്റെ രണ്ട് ഗുണങ്ങളായി അള്ളാഹു പഠിപ്പിച്ചത്. അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിൽ വിനയത്തോടുകൂടി നടക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കുന്നവർ. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ, ജാഹിലീങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ സലാം, സമാധാനത്തിൻ്റെ വാക്ക് പറയുന്നവർ. പിന്നെ ഇപ്പോൾ പലപ്പോഴും അക്രമങ്ങളും കലഹങ്ങളും ഉണ്ടാവാൻ കാരണം ഇങ്ങോട്ട് പറയുമ്പോൾ അതിന് തിരിച്ചു പറയും, അത് തിരിച്ചു പറയും, അത് പിന്നെ അപകടത്തിലും അടിയിലും ഒന്ന് കലാശിക്കലാണ്. എന്നാൽ ഒരു ഭാഗം സമാധാനമാണെങ്കിൽ രണ്ട് കയ്യും കൂടി കൊട്ടിയാലേ ഒച്ചുണ്ടാവുള്ളൂ. ഒരു ഭാഗം സമാധാനത്തിൻ്റേതാണെങ്കിൽ സമാധാനമേ ഉണ്ടാവുള്ളൂ. അതാണ് വല്ലദീന യബീത്തൂന. പിന്നെ അവൻ്റെ വ്യക്തിത്വം ഒന്ന്, ഇത് സാമൂഹ്യ ജീവിതത്തിൽ അങ്ങനെയായിരിക്കും അവൻ നടക്കുക. ഇനി അവൻ്റെ സ്വന്തം ജീവിതം, യബീത്തൂന, അവർ രാപ്പാർക്കും, രാത്രിയിൽ കഴിഞ്ഞുകൂടും. സുജ്ജദൻ വ ഖിയാമൻ ലി റബ്ബിഹിം, അവരുടെ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുന്നവരായിട്ടും നിൽക്കുന്നവരായിട്ടും രാത്രി കഴിച്ചുകൂട്ടും. അതാണ് ഇബാദുർ റഹ്മാനിൻ്റെ മറ്റൊരു മൂന്നാമത്തെ വിശേഷണമായി അള്ളാഹു പറഞ്ഞത്. വെറും രാത്രി വിശ്രമിക്കുകയും കിടന്നുറങ്ങുകയും മാത്രമല്ല, സുജൂദും ഖിയാമുമായി കഴിച്ചുകൂട്ടും. അത് മുഴുവനാവണമെന്നില്ല, അവനവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ രാത്രി സമയങ്ങളിൽ സുജൂദിലായിട്ടും നൃത്തത്തിലായിട്ടും കഴിച്ചു കൂട്ടണം. അത് ഈ രാത്രി നമസ്കാരത്തിൻ്റെ മഹത്വത്തെപ്പറ്റിയാണ് കാര്യമായിട്ട് ഇവിടെ സലാത്തുല്ലൈൽ, അള്ളാഹുവിങ്കലേക്ക് കൂടുതൽ അടുക്കാനുള്ള മാർഗം അതാണല്ലോ. തതജാഫ ജുനൂബുഹും അനിൽ മലാജിഇ, അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കും. അവർ മലാജിയിൽ നിന്ന് കിടപ്പ് വിരിപ്പുകളിൽ നിന്ന്, കിടപ്പായയിൽ നിന്ന്, പായകളിൽ നിന്ന് തജാഫ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എഴുന്നേറ്റ് പോകും. എന്താണ്? യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ, അവരുടെ റബ്ബിനോട് പ്രതീക്ഷയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും പ്രാർത്ഥിച്ചുകൊണ്ട് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കും. അപ്പോൾ രാത്രി മുഴുവനായി കിടന്നുറങ്ങുകയല്ല, എഴുന്നേറ്റ് നമസ്കരിക്കുക. സുജൂദിലായിട്ടും ഖിയാമിലായിട്ടും നമസ്കരിക്കുന്നവരാണ് റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകൾ. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന റഹ്മത്തിൽ നമ്മൾ തിരിച്ചു ചെയ്യേണ്ട കാര്യങ്ങളാണ് സാമൂഹ്യമായിട്ട് ആദ്യം പറഞ്ഞ രണ്ട് കാര്യം. നമ്മളുടെ സ്വന്തം വ്യക്തിത്വത്തിൽ നമ്മൾ ഈ പറയുന്ന രാത്രി നമസ്കാരം കഴിയുന്നത്ര നമ്മൾ നിർവഹിക്കാൻ ശ്രമിക്കണം എന്നർത്ഥം. അതാണ് വല്ലദീന യഖൂലൂന. ഇനി മറ്റൊന്ന്, ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോയാൽ അതിനോട് പ്രാർത്ഥിക്കുകയാണ്. വല്ലദീന യഖൂലൂന, ഇങ്ങനെ പറയുന്നവരാണായിരിക്കും അവർ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇസ്രിഫ് അന്ന അദാബ ജഹന്നം, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ തെറ്റിച്ച് കളയണമേ. ഇന്ന അദാബഹ കാന ഖുറാമ, തീർച്ചയായും നരകശിക്ഷ ഏറ്റവും അപകടകരമാണ്. അതൊരിക്കലും സഹിക്കാൻ കഴിയാത്ത മാരകമായ ശിക്ഷയാണ്. അതാണ് ഖുറാമ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പിടികൂടുന്നത്. ഒരിക്കലും തെറ്റ് ചെയ്യുന്ന ആളെ എപ്പോഴും പിടികൂടിക്കൊണ്ടിരിക്കുന്നതാണ് ശിക്ഷ. അതൊന്നും ഒഴിവാകലില്ല. അതിങ്ങനെ എപ്പോഴും പിടികൂടിക്കൊണ്ടിരിക്കും നമ്മളെ. അതിശക്തമായി പിടികൂടുന്ന
മാരകമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ തെറ്റിച്ച് കളയണം, അതിലേക്ക് നീ കൊണ്ടുപോകരുത് എന്ന് പ്രാർത്ഥിക്കണം. അപ്പം നരകത്തിനെ പറ്റി എപ്പോഴും ഭയപ്പാട് വേണം ജീവിതത്തിൽ. റബ്ബന ആതിന ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന അതിലുണ്ടല്ലോ, അദാബുന്നാറിൽ നിന്ന് കാക്കണമേ. ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ, തീർച്ചയായും നരകം വളരെ മോശമായ സങ്കേതമാണ്. ഓ മുഖാമ, താമസ ഇടമാണ്. മുസ്തഖർ എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുന്ന പിന്നെ ഇടം, അതിനാണ് മുസ്തഖർ എന്ന് പറയാം. എത്തിച്ചേരുന്ന സങ്കേതം മുസ്തഖർ. മുഖാമ് എന്ന് പറഞ്ഞാൽ താമസിക്കാനുള്ള ഇടം. അപ്പോൾ എത്തിച്ചേരുന്നത് സങ്കേതവും താമസിക്കാനുള്ള ഇടവും നരകമാണെങ്കിൽ അത് വളരെ മോശമാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടായി? സ്വകാര്യ ജീവിതം രാത്രിയിൽ, പിന്നെ എപ്പോഴും പ്രാർത്ഥനാനിരതമാകുക. 2, ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ വിനയം കാണിക്കുക. അതുപോലെ മോശക്കാരായ ആളുകൾ ഇടപെടുമ്പോൾ അവരോട് സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് മാറി പ്രതികരിക്കുക. ഈ 4 ഗുണങ്ങളാണ് ഈ ആയത്തുകളിൽ കൂടി അള്ളാഹു പഠിപ്പിച്ചത്. ഇതനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം അള്ളാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.